We want to help 100 families become financially independent. ഇപ്പം ഓസ്ട്രേലിയയിൽ മെൽബണിലാണ് ആൾക്കാർ ഒരു ഭയങ്കര ഹോട്ട്സ്പോട്ടായിട്ട് കാണുന്നത്. ഒരു 5 സബർബിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ? ഞാനും എൻ്റെ വൈഫും കൂടി ഒരു ദിവസം രാത്രി ഇരുന്ന് when we were discussing, we wrote this down on a piece of paper. 2040 ആകുമ്പോഴേക്കും ഞങ്ങൾ $5 million ഒരു അസറ്റ് ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. 200,000 പാസീവ് ഇൻകം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഫാമിലി എന്ന് പറയുന്ന ഒരു ബോട്ട് പോലെയാണ്. ആ ബോട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്. ഇവരുടെ കയ്യിൽ എല്ലാവരും കയ്യിൽ തുഴയാനുള്ള ഈ പങ്കയുണ്ട്. ഈ പങ്ക വെച്ചുകൊണ്ട് നമ്മൾ 4 പേര് 4 സൈഡിലേക്ക് തുഴഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ട് ഒരിടത്തും പോവില്ല. അത് ഒരിക്കലും തെറ്റില്ല. ദാറ്റ് വിൽ ബി എന്താ പറയുക, റിസ്ക് പ്രൂഫ് ആയിരിക്കും. നിങ്ങൾക്ക് ഷോർട്ട് ടേമും ലോങ് ടേമും ഗ്രോത്ത് കിട്ടും. പ്രോപ്പർട്ടി ക്ലോക്ക് എന്ന് പറയുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ട് കാണും. അതായത് എല്ലാ ഒരു 10 to 15 ഇയേഴ്സിൽ ദ പ്രോപ്പർട്ടി സൈക്കിൾ റിപ്പീറ്റ്സ്. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നത് വളരെ നല്ലൊരു ലൈഫിന് വേണ്ടിയാണ്. ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ജോലി ചെയ്തതിന് ശേഷമേ നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പക്ഷേ എങ്കിലും ഇവിടെ പല പല വഴികളുണ്ട്. നമുക്ക് ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു ഇൻകം കൂടി ഉണ്ടാക്കി അതോടുകൂടി നന്നായിട്ട് ജീവിക്കാനായിട്ട്. രാകേഷാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹം ബയേഴ്സ് ഏജൻ്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബിസിനസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ട് എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നതിനെക്കുറിച്ച്. രാകേഷ്, നമസ്കാരമുണ്ട്. നമസ്കാരം ഗിൽസ്. എന്നാണ് വിശേഷമൊക്കെ? സുഖം. താങ്ക് യു. ആണോ? എവിടെ നിന്നാണ് രാകേഷ്? മീൻസ് മെൽബണിലാണെന്ന് എനിക്കറിയാം കേട്ടോ. നാട്ടിൽ എവിടെ നിന്നാണ്? നാട്ടിൽ മഞ്ചേരി മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയിലാണ് ഞാൻ ജനിച്ചത്. പക്ഷെ വളർന്നതും ജോലി ചെയ്തതെല്ലാം ബാംഗ്ലൂർ, മുംബൈയിലായിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷത്തോളം മെൽബണിൽ വരുന്നതിന് മുമ്പ്. ആണല്ലേ? ഓക്കെ. ഇപ്പം രാകേഷ് എന്താണ് ഓസ്ട്രേലിയയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ രാകേഷ് എങ്ങനെയാണ് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയെ സഹായിക്കുന്നത്? നമുക്ക് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം വേണം തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് ജനറേഷനാണ് നമ്മൾ. അപ്പോൾ അതിൻ്റെ തുടക്കം നമ്മൾ വേണം ചെയ്യാൻ, അല്ലേ? അപ്പോൾ ആ തുടക്കം നമ്മൾ ചെയ്യുമ്പോൾ പല രീതിയിൽ ചെയ്യായിരിക്കും. പക്ഷെ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് നമ്മൾ റിയൽ എസ്റ്റേറ്റ്, പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയൊക്കെ എങ്ങനെ ആകാമെന്നെ കുറിച്ചാണ്. അപ്പോൾ ഈ ടോപ്പ് 1% നമ്മൾ മലയാളികൾ വരാനായിട്ട് രാകേഷ് എന്താണ് ചെയ്യുന്നത്? എങ്ങനെ സഹായിക്കാനായിട്ട് സാധിക്കും? അതെ. ഇതിൽ എൻ്റെ ഒരു ജേണി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഞാൻ എങ്ങനെയാണ് എൻ്റെ ഒരു ബയേഴ്സ് ഏജൻസി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത്. ഞാൻ കോസ്റ്റ്ലൈൻ അസറ്റ്സ് എന്ന് പറഞ്ഞൊരു ബയേഴ്സ് ഏജൻസി റൺ ചെയ്യാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട്. പലരുടെയും ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സ്റ്റേറ്റിലോട്ട് എത്തുക എന്നുള്ളതാണ്. ഒരു ജോലി ചെയ്ത് തുടങ്ങുന്നത് തന്നെ അവസാനമാകുമ്പോഴേക്കും ഒരു 45-50 വർഷമൊക്കെ കഴിയുമ്പോഴേക്കും വി ഷുഡ് ബി ലൈക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ വേറെ ബാക്കിയുള്ള ജോലികളോട് കമ്മിറ്റഡ് അല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ ജീവിക്കാനും താല്പര്യമുള്ള ആൾക്കാരാണ് പലരും. ഞാനും ഒരാളാണ്. ചുറ്റുപാടത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ഡ്രീം ഉണ്ട്. പക്ഷെ അത് എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളതിലാണ് പലർക്കും ഒരു കറക്റ്റ് ഡയറക്ഷൻ ഇല്ലാത്തതും ഒരു ആക്ഷൻ എടുക്കാൻ പലരും പേടിക്കാറും. ഇതിൽ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ഓസ്ട്രേലിയയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പഠിച്ചപ്പോൾ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ല ഒരു ഏരിയ ആയിട്ട് മനസ്സിലായി. അപ്പോൾ അതിൽ വേറൊന്ന്, ഇത് പഠിക്കാതെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തെറ്റുകൾ പറ്റിപ്പോകും. ഇത് ചെറിയ തെറ്റുകളല്ല, വലിയ തെറ്റുകൾ ചിലപ്പോൾ നമുക്ക് പിന്നെ ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ഇയേഴ്സ് ഫോർ us to then come back and correct. അങ്ങനെ ഐ ഇൻവെസ്റ്റഡ് ഓൺ മൈ എഡ്യൂക്കേഷൻ. അത് പഠിച്ചതിന് ശേഷം ഐ വർക്ക്ഡ് അണ്ടർ ഒരു ബയേഴ്സ് ഏജന്റിന്റെ കൂടെ ഐ വർക്ക്. സോ ദ മിഷൻ ദാറ്റ് വി റൺ വിത്ത് ഇസ് we want to help 100 families become financially independent by 2040. ഒരു $5 million ഒരു അസറ്റ് പോർട്ട്ഫോളിയോ വിത്തൗട്ട് ഡെപ്സും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരു 150,000 to 200,000 ആനുവലി ഒരു പാസീവ് ഇൻകം ആയിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു അസറ്റ് ബേസ്. ഇതിലോട്ടാണ് ഞങ്ങൾ the journey that we are going through. So me and my partner, so we are in that journey ourselves, and we are also helping our clients follow us in the same direction. So you are the first member of your 100 family? That's it. ഈ 100 ഫാമിലീസിനെ 2040 കൂടി എങ്ങനെയാണ് കൊണ്ടുവരാനായിട്ട് അതിനുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് രാകേഷ് പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റെപ്പുകളാണ് അതിൻ്റെ അകത്തുള്ളത്? ഈ ഒരു 100 ഫാമിലീസിന് ഒരു നല്ല ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്പർ 1 ഈസ് മൈൻഡ് സെറ്റ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത്? ടുവേർഡ്സ് എ ഫിനാൻഷ്യലി ഫ്രീ ലൈഫ്. അപ്പോൾ ഫിനാൻഷ്യലി ഫ്രീ ആയിട്ടുള്ള ഒരു നല്ല പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ഉള്ള ആൾക്കാർ ഹൗ ഡു ദേ തിങ്ക്, റൈറ്റ്? ഹൗ ഡു ദേ ആക്ട്? അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു മൈൻഡ് സെറ്റ് കോച്ചിങ് അല്ലെങ്കിൽ അവയർനെസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ, അവരെങ്ങനെ പ്രോപ്പർട്ടീസ് വാങ്ങുന്നു എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1. അത് ഞാൻ
ഫ്രീ ആയിട്ടുള്ള മന്ത്ലി വൺസ് റൺ ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള വർക്ക്ഷോപ്സ് വഴി ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിക്കും എൻ്റെ ക്ലയൻസിനും ഞാനത് മന്ത്ലി വൺസ് ഫ്രീ ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ എനിക്ക് ചേരാൻ പറ്റും? നമ്മുടെ വർക്ക്ഷോപ്പുകളും കാര്യങ്ങളും ഇവന്റ് ബ്രൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റ്സിൽ നമ്മളത് ഇത് ചെയ്യാറുണ്ട്, അപ്ലോഡ് ചെയ്യാറുണ്ട്. ആ ലിങ്കുകൾ നമ്മൾ ഷെയർ ഇറ്റ് ത്രൂ ഫേസ്ബുക്ക് ആസ് വെൽ ആസ് എന്താ പറയുക വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ നമ്മൾ ഷെയർ ചെയ്യും. ഇത് കമ്മ്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ, ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ടോ, അതോ റാൻഡം ആയിട്ട് ആൾക്കാർ ഓരോ പ്രാവശ്യമുള്ള നിങ്ങൾ ഈ വർക്ക്ഷോപ്പ് നടത്തുമ്പോൾ അതിനകത്ത് ചുമ്മാ ഒന്ന് ചേരുന്നതുള്ളൂ? നമുക്കൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പും ഒരു വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ട്. ഞാൻ രണ്ടിൻ്റെ ലിങ്ക് ഗിൽസിന് തരാം. അപ്പോൾ ഇങ്ങനത്തെ ബൈറ്റ് യുവർ സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് സർക്കിൾ എന്നാണ് അതിന്റെ പേര്. അപ്പോൾ പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ പഠിക്കാനും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊക്കെ ആ ലിങ്ക് ഷെയർ ചെയ്തു. വർക്ക്ഷോപ്പിന് ഫീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വർക്ക്ഷോപ്പിന് ഫീസ് ഒരു $19 നമ്മൾ ചാർജ് ചെയ്യാറുണ്ട്. പക്ഷേ ഗിൽസ് കിച്ചന്റെ ഓഡിയൻസിന് നമുക്ക് ആ ഒരു ഫ്രീ കൂപ്പൺ കോഡ് കൊടുക്കാം, അവർക്ക് ഫ്രീ ആയിട്ട് അത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഗിൽസിന്റെ കിച്ചണും വേണ്ടി നമ്മൾ എന്തും പ്രൊവൈഡ് ചെയ്യും. പിന്നെ അപ്പം അതിനകത്ത് നിങ്ങൾ ആൾക്കാരെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ട് നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ ലിറ്ററസിയെ അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 1 സ്റ്റാർട്ട്സ് ഫ്രം ഡിസിപ്ലിൻ. നമ്മളൊരു കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഒരു മിഡിൽ ക്ലാസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു റിച്ച് ക്ലാസ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ പണ്ടത്തെ പുവർ ക്ലാസ് ഒക്കെ ഇപ്പോൾ എലിമിനേറ്റഡ് ആയി. നമ്മൾ നാട്ടിലായിരുന്നപ്പോൾ ഒരു പുവർ ക്ലാസ്സിനെ കണ്ടിരുന്നു, പക്ഷേ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ അങ്ങനെ ഒരു പുവർ ക്ലാസ്സിനെ കാണാൻ സാധ്യതയില്ല. ബിക്കോസ് ദ ബേസിക് നെസസിറ്റീസ് ആർ ഓൾറെഡി ടേക്കൺ കെയർ ഓഫ്. ഓവർ എ ലോങ് പീരീഡ് ഇൻ ടൈം വാട്ട് ഈസ് ഗോണ ഹാപ്പൻ ഇസ് ഈ മിഡിൽ ക്ലാസിൻ്റെ സൈസ് ഈസ് ഗോണ ഇൻക്രീസ്. റിച്ച് എന്ന് പറയുന്ന ആൾക്കാർ ദെയർ സൈസ് ഈസ് ഗോയിങ് ടു ഡിക്രീസ് ഓവർ എ പീരീഡ് ഇൻ ടൈം. കാരണം ഈ റിച്ച് ആകണമെങ്കിൽ ദർ ഹാസ് ടു ബി സംതിങ് യു നീഡ് ടു ഡു എവറി സിംഗിൾ ഡേ റിപ്പീറ്റഡ്ലി ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ ഉള്ളിൽ. നമുക്ക് പെട്ടെന്ന് നാളെ ഒരു $1000 കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഡു യു ഡു വിത്ത് ഇറ്റ്? ഡു യു സേവ് ദാറ്റ് $1000? ഡു യു സ്പെൻഡ് ദാറ്റ് $1000? Or do you really plan how to invest that $1000 to grow it to a $2000? ഇത് മൂന്ന് തരത്തിലുള്ള ചിന്തകളും ആക്ഷൻസും ആണ്. നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തന്നെയാണ്. അതായത് നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ, നമുക്ക് ഇൻകം ഉള്ളപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഒരു പണി കിട്ടും. അത് നമുക്കറിയത്തില്ല, നമുക്കിട്ട് പണി വരുന്നത് എവിടെ നന്നായിട്ട് നമുക്കറിയത്തില്ല. നമ്മുടെ തെറ്റുകൊണ്ടല്ല എപ്പോഴും പണി കിട്ടും. നമുക്കിട്ട് പണി കിട്ടുവാണ് അങ്ങോട്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താ പറയുന്നത്, ഒരു ചെറിയൊരു നിക്ഷേപം എവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും അതാണ് ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ്റെ ഒരു ബേസിക് കാതൽ അതാണ് അല്ലേ. അതെ, നിക്ഷേപം വേണം. അതിന്റെ കൂടെ തന്നെ തിങ്ക് അബൌട്ട് ഹൗ ദ ഇൻഫ്ലേഷൻ ഈസ് ഹാപ്പനിങ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ദ മണി ഹാസ് ടു ഗ്രോ ബിയോണ്ട് ഇൻഫ്ലേഷൻ. രണ്ടാമത് നാളെ എന്തെങ്കിലും ഒരു ഡിസ്റപ്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രൂഫ് ചെയ്യാവുന്ന, ഫ്യൂച്ചർ പ്രൂഫ് ചെയ്യാവുന്ന മേഖലകളിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക. മൂന്നാമത് ലിവറേജ് യൂസ്. ഈ പറഞ്ഞ പോലെ ബാങ്കുകളൊക്കെ ഇപ്പം ലോൺ തരാൻ റെഡിയായി നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്കൊരു ലിവറേജ് ആണ്. അപ്പം മാക്സിമം ലിവറേജ് തരാവുന്ന ഇൻവെസ്റ്റ്മെന്റ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ലോൺ എന്തുമാത്രം എടുക്കുന്നതും തെറ്റില്ല, പക്ഷെ അത് ഉപകാരമുള്ളിടത്ത്, അതായത് ലയബിലിറ്റി അല്ല, ഫ്യൂച്ചറിൽ നമുക്കത് ഒരു അസറ്റായി മാറുന്നിടത്ത് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു സ്ഥലമാണ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്താലേ അത് ഉണ്ടാവുള്ളൂ. അതിനെപ്പറ്റി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പോവുകയും ചെയ്യണം. അതായത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പാലും തേനും ഒഴുകുന്ന സ്ഥലം തന്നെയാണ്, പക്ഷെ നമ്മളായിട്ട് ഒഴുക്കണം. ഇങ്ങോട്ട് ചുമ്മാ വരില്ല. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനം, നമുക്ക് ഇവിടെ മൈതാനം വിരിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന അല്ല സ്കിൽ മൈഗ്രൻസിനെ ഇവിടെ. വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ കൺട്രിക്ക് ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു PR മൈഗ്രേഷൻ പാത്വേസും ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ വന്നിട്ട് വി ഷുഡൻ ബി ഗെറ്റിംഗ് കൺസ്യൂംഡ് ബൈ ഇത് എന്താ പറയുക, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ കൺട്രിയുടെ ബെനിഫിറ്റ്സിന് വേണ്ടി മാത്രം നമ്മൾ കൺസ്യൂം ചെയ്യപ്പെടാതെ നമ്മളും ഇവിടെ വി നീഡ് ടു കോൺട്രിബ്യൂട്ട്, റൈറ്റ്? സോ വി നീഡ് ടു ഫൈൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദിസ് കൺട്രി ആൻഡ് ബി ഇൻ ദ മാർക്കറ്റ് ആൻഡ് പ്ലേ ദ ഗെയിം. അപ്പോൾ അങ്ങനെ ഒന്ന് നോക്കുമ്പോഴാണ് ഈ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് നല്ലൊരു ഒരു മീഡിയ ആയിട്ട് നമ്മൾ കാണും. ഇപ്പം ഓസ്ട്രേലിയയിൽ മെൽബണിലാണ് ആൾക്കാർ ഒരു ഭയങ്കര ഹോട്ട്സ്പോട്ടായിട്ട് കാണുന്നത്. അപ്പം ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട് മെൽബണിൽ എവിടെയാണ്, അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത് മെസ്സേജ് എടുത്തും ചോദിക്കാറുണ്ട് മെൽബണിൽ നല്ല സബർബ്സ് എവിടെയാണ് ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു 5 സബർബിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുമോ രാകേഷിനെ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സിറ്റി ഓഫ് ഫ്രാങ്ക്സ്റ്റൺ, ഇതൊരു LG ആണ് അല്ലേ? അവിടെ ഓൾമോസ്റ്റ് ഒരു 150,000 അടുത്ത ആൾക്കാർ താമസിക്കുന്ന
മെൽബണിൽ സൗത്ത് ഈസ്റ്റ് മെൽബൺ, അതായത് ഏറ്റവും കൂടുതൽ ലിവബിലിറ്റി സ്റ്റാൻഡേർഡ്സും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്സും ഒക്കെ ഉള്ള ഒരു LG ആണത്. അവിടെ 1.5 മില്യൺ മീഡിയൻ ആവറേജ് ഉള്ള സബർബുകളും $600,000-700,000 മീഡിയൻ ആവറേജുകളുള്ള സബർബുകളും ഒക്കെ അടങ്ങുന്ന ഒരു ബിഗർ LG ആണ് ഈ സിറ്റി ഓഫ് ഫ്രാങ്ക്സ്റ്റൺ എന്ന് പറയുന്നത്. അതിൽ ഫ്രാങ്ക്സ്റ്റൺ എന്ന് പറയുന്നത് ഒരു വൺ ഓഫ് ദ സബർബാണ്. അപ്പോൾ അവിടെയുള്ള ഒരു 3-4 നല്ല സബർബുകൾ ഇപ്പോൾ ഭയങ്കര ഹോട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, കപ്പിൾ ഓഫ് വീക്സ് ബാക്ക് Frankston has been termed as one of the hottest suburb in Australia in today's market. പക്ഷേ ഇവിടെ ഗ്രോത്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് 1.5 വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് അത് മീഡിയയിൽ പുറത്താവുന്നതും ആൾക്കാർ കേൾക്കുന്നതും ആൾക്കാർ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നതും. വിക്ടോറിയ അല്ലെങ്കിൽ മെൽബൺ ആസ് എ മാർക്കറ്റ് 2014 മുതൽ 2020 വരെ നല്ലൊരു റൺ കിട്ടിയായിരുന്നു. പിന്നീട് അതിനുശേഷം ഈ മാർക്കറ്റ് ഭയങ്കര ഫ്ലാറ്റായി പോയി. 2020 മുതൽ 2025 വരെ കുറച്ചൊക്കെ താഴോട്ട് പോയ ഏരിയാസും ഉണ്ട്. ഈ കഴിഞ്ഞ 5 വർഷത്തിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല സ്ഥലങ്ങളിലും ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് പൊങ്ങി വന്നു. അതായത് ഒരു $600,000-650,000 ബൈ ചെയ്യാവുന്ന നല്ല നല്ല മെട്രോ ലൊക്കേഷൻസ്, ക്യൂൻസ്ലൻഡ് ആയിക്കോട്ടെ, വെസ്റ്റേൺ ഓസ്ട്രേലിയ ആയിക്കോട്ടെ, സൗത്ത് ഓസ്ട്രേലിയ ആയിക്കോട്ടെ, ഇവിടെയുള്ള മെട്രോ ലൊക്കേഷനുകളിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആയി വന്നു. നല്ല ഹയർ റെന്റൽ ഈൽഡ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് പോലെയുള്ള ചില അഡീഷണൽ കോസ്റ്റുകൾ ഒഴിവായ ഓപ്പർച്യൂണിറ്റീസ് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അങ്ങോട്ട് ഗ്രോത്ത് പോവുകയും ഇൻട്രസ്റ്റ് റേറ്റ്സ് കൂടിയ സിറ്റുവേഷനുകളിൽ ഓണേഴ്സ് അല്ലെങ്കിൽ ഓണർ ഒക്യുപ്പയേഴ്സ് ഒന്ന് ബാക്കിലോട്ട് മാറി നിൽക്കുകയും ചെയ്തു. പക്ഷെ ആ സാധനമാണ് ഇപ്പോൾ തിരിച്ചു വന്നത്. ബാക്കിയുള്ള എല്ലാ മാർക്കറ്റും പൊങ്ങിപ്പോയി, ഓണർ ഒക്യുപ്പയേഴ്സ് തിരിച്ച് മാർക്കറ്റിലോട്ട് ഇറങ്ങി തുടങ്ങി. അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു മെൽബൺ മാർക്കറ്റ് ഉയർന്നു തുടങ്ങിയത്. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ്, there are only very few suburbs within Melbourne that is growing, that will continue to grow, but there will be a lot of suburbs which might show some കുറച്ച് ഷോർട്ട് ടേം ആയിട്ടുള്ള ഗ്രോത്തുകൾ കാണിക്കുമെങ്കിലും ലോങ് ടേം ആയിട്ട് അവർക്ക് ഉയരാൻ പറ്റും. സബർബ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിറ്റി ഓഫ് ഫ്രാങ്ക്സ്റ്റണുകളിൽ കാരം ഡൗൺസ് അല്ലെങ്കിൽ സീഫോർഡ് അല്ലെങ്കിൽ സ്കൈ, ഫ്രാങ്ക്സ്റ്റൺ, ഇതൊക്കെ വളരെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ല സബബാണ്. കുറച്ചൊക്കെ ഗ്രോത്ത് കഴിഞ്ഞൊരു വർഷത്തിൽ ഗ്രോത്ത് സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും അങ്ങോട്ട് ഒരു ഷോർട്ട് ടേം ഗ്രോത്ത് ഇനിയൊരു 1-2 വർഷത്തേക്ക് ഇറ്റ് വിൽ കണ്ടിന്യൂ ടു ഹാപ്പൻ. നമ്മൾ നോർത്ത് മെൽബണിലാണെങ്കിലും സിറ്റി ഓഫ് വിറ്റിൽസി, അവിടെയുള്ള മിൽ പാർക്ക് അല്ലെങ്കിൽ തോമസ് ടൗൺ, ലേലോർ പോലുള്ള ഏരിയാസ് ഒക്കെ ദീസ് ആർ ഓൾ ലാൻഡ് ലോക്ക്ഡ് ഏരിയാസ്. വളരെ ഓണർ ഒക്യുപ്പയേഴ്സിന് താമസിക്കാനും ലൈക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ ഫ്രം ദ എന്താ പറയുക അവിടെയുള്ള ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഫോർ ദാറ്റ് ടു ഗ്രോ. ദ മൊമെന്റം ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. സെയിം വേ സിറ്റി ഓഫ് ഹ്യൂമിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് ക്രേഗിബേൺ പോലുള്ള മാർക്കറ്റ്സിലൊക്കെ ഇന്ന് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 40-50 ആൾക്കാരൊക്കെയാണ് ഒരു വീടിന് വേണ്ടിയിട്ട് ഓഫർ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. ആൻഡ് അത് നമ്മൾ ബിക്കോസ് വി ആർ ഇൻ ദ മാർക്കറ്റ് വി ഡീൽ വിത്ത് ദോസ് പീപ്പിൾ എവറി സിംഗിൾ ഡേ വി അണ്ടർസ്റ്റാൻഡ്. ബട്ട് പീപ്പിൾ ഹു ആർ ഔട്ട്സൈഡ് ദേ ഡോണ്ട് നോ, ദേ സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ ദീസ് ഏരിയാസ് ടു കം അപ്പ് ഇൻ ദ മീഡിയ. കുറേ സബബൊക്കെ പറഞ്ഞെങ്കിലും ഇതിനകത്തും പോക്കറ്റ്സുകളുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി മേടിക്കുക ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഈ ഏരിയകളിൽ പോവുകയാണെങ്കിൽ, അല്ലേ? ഒന്നെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് പോയി മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കൾ മേടിക്കാൻ പറ്റുമെങ്കിൽ അത് എത്രക്ക് മാത്രം സേഫാണെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ രാകേഷ് പോലെ ഇതേപോലെ ബയേഴ്സ് ഏജൻസ് ഉള്ള ആൾക്കാർ, ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഹെൽപ്പ് മേടിക്കുക. അപ്പോൾ അവർക്ക് അതിൻ്റെ ഫീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ സബബ്സ് ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ മാർക്കറ്റ് നമുക്ക് എങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും ഒരു നോർമൽ പേഴ്സൺ? അല്ലേ, ഒരു പ്രോപ്പർട്ടി ക്ലോക്ക് എന്ന് പറയുന്നതൊക്കെ നമ്മൾ പലപ്പോഴും കേട്ട് കാണും. അതായത് എല്ലാ ഒരു 10 to 15 ഇയേഴ്സിൽ ദ പ്രോപ്പർട്ടി സൈക്കിൾ റിപ്പീറ്റ്സ്. അത് കുറേ ഡാറ്റ ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സപ്ലൈ, എങ്ങനെ ഒരു സ്ഥലത്തെ സപ്ലൈ ലിമിറ്റഡ് ആണ്, എങ്ങനെ ഒരു സ്ഥലത്തെ ഡിമാൻഡ് അവിടെ കൂടുന്നു, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ഒരുപാട് ഡാറ്റ ഫാക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ദെൻ വി ഇൻവെസ്റ്റ് ആസ് എ ബയേഴ്സ് ഏജൻസി, വി ഇൻവെസ്റ്റ് എ ലോട്ട് ഇൻ ടു അവർ ഓൺ റിസർച്ച്. അങ്ങനെ ഒരു വളരെ ഡാറ്റ സെൻട്രിക് ആയിട്ടുള്ള ഒരു റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ ഈ ഏരിയാസ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേക്കൻസി റേറ്റ്. അപ്പോൾ വേക്കൻസി റേറ്റ് കുറവുള്ള ലൊക്കേഷനിൽ ഇൻവെസ്റ്റേഴ്സ് വന്ന് വീട് വാങ്ങും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വന്ന് വീട് വാങ്ങാൻ നേരത്ത് വാട്ട് ഹാപ്പൻസ് ഇസ് അവിടെ ഒരു ചെറിയ ഇനിഷ്യൽ പ്രൈസിങ് മൊമെന്റം സംഭവിച്ചു തുടങ്ങും. ആ പ്രൈസിങ് മൊമെന്റം ഇഫ് ദാറ്റ് ഈസ് ഫോളോഡ്, എല്ലാ ഇൻവെസ്റ്റേഴ്സ് വാങ്ങുന്ന സ്ഥലങ്ങളിൽ ഒന്നും വന്ന് ഓണർ ഒക്യുപ്പയേഴ്സ് വന്ന് വാങ്ങിക്കൊള്ളുന്നില്ല. അവിടെ ഓണർ ഒക്യുപ്പയറും കൂടി വന്ന് വീട് വാങ്ങാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണർ ഒക്യുപ്പയേഴ്സ് ആണ് ഈ വീടിന്റെ വാല്യൂ കൊണ്ടുപോയി കൂട്ടാൻ പോകുന്നത്. അപ്പോൾ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ വെൻ യു ഹാവ് ദ റൈറ്റ്
technical factors. So vacancy rate is one of the 30 different factors that we evaluate as part of our research. Fundamentally strong ആയിട്ടുള്ള ലൊക്കേഷനുകളിൽ പോപ്പുലേഷൻ അല്ലെങ്കിൽ അഫോർഡബിലിറ്റി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറൽ സ്പെൻഡ് നടക്കുന്ന ഏരിയാസ്, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എക്കണോമിക്കലി ഡൈവേഴ്സ് ആയിട്ടുള്ള ലൊക്കേഷൻ, അങ്ങനെ ഒരു ലൊക്കേഷനുകളിൽ ഈ ടെക്നിക്കൽ ഫാക്ടേഴ്സ് സ്ട്രോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ വീട് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റില്ല. അത് ഒരിക്കലും തെറ്റില്ല. ദാറ്റ് വിൽ ബി എന്താ പറയുക, റിസ്ക് പ്രൂഫ് ആയിരിക്കും. നിങ്ങൾക്ക് ഷോർട്ട് ടേമും ലോങ് ടേമും ഗ്രോത്ത് കിട്ടും. നിങ്ങൾ ഡാറ്റയും അതും ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ സാധാരണക്കാരെ ആൾക്കാരെ പേടിപ്പിക്കരുത്. ഇപ്പോൾ ഒരു ബയേഴ്സ് ഏജൻറ്റ് എന്ന നിലയിൽ രാകേഷ് എങ്ങനെയാണ് മറ്റുള്ള ബയേഴ്സ് ഏജൻറ്റ്സിന് ഡിഫറെൻ്റ് ആകുന്നത്? ബിക്കോസ് ദ മാർക്കറ്റ് ഈസ് ഇവോൾവിങ്, ഒരുപാട് ആൾക്കാർ ബയേഴ്സ് ഏജൻസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ സർവീസ് ക്വാളിറ്റീസ് ആർ ഡിഫറെൻറ്റ്. പലരും പല രീതിയിലായിരിക്കും അവരുടെ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ചിലവർ പറഞ്ഞ പോലെ ഒരു ഫീസും വാങ്ങാതെ ബയേഴ്സ് ഏജൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരുണ്ട്. ബിക്കോസ് ദേ ഓൾസോ ആക്ട് ആസ്, അപ്പോൾ അവർ സെല്ലേഴ്സിൻ്റെ എന്താ പറയുക, സെല്ലേഴ്സിന് വേണ്ടിയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. സോ ദർ ആർ ലോട്ട് ഓഫ് ബയേഴ്സ് ഏജൻസ് ഔട്ട് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ, ദർ ആർ ആവറേജ് പീപ്പിൾ ആൻഡ് ദർ ആർ ഓൾസോ ഫ്യൂ പീപ്പിൾ to be avoided, and this is also a caution, right? There are few people whom you want to stay away. Appo asking the right question to select a buyer's agent, that's very important. So you do your due diligence before selecting whom to work with. Appo me as a buyer's agent, I'm very niche. So we are a very small team. We are a 5-member team. And our mission is towards bringing these 100 families towards financial freedom. അപ്പം നമ്മൾ അങ്ങനെ വളരെ വലിയൊരു മാർക്കറ്റിനെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാസം 50-100 ട്രാൻസാക്ഷൻസ് നടത്താൻ ഉള്ള കപ്പാസിറ്റിയും നമുക്കില്ല, അത് നമുക്ക് ചെയ്യുകയും വേണ്ട. വി വോണ്ട് ടു റിയലി വർക്ക് വിത്ത് ദ ഇൻഡിവിജ്വൽ. ആ ഒരു ഫാമിലി നമ്മുടെ സർവീസിന് സ്യൂട്ടബിൾ ആണോ എന്നറിഞ്ഞ് ഞങ്ങൾക്ക് അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റുകയും അവർക്ക് ഞങ്ങളുടെ സ്കിൽസിലോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സർവീസിൽ അവർക്ക് ഹെൽപ്പ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മൾ അവരെ നമ്മുടെ സർവീസിലോട്ട് ഓൺബോർഡ് ചെയ്യുന്നത്. അങ്ങനെ ഓൺബോർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വർക്ക് വിത്ത് ഒരു അറ്റ് എ ടൈം 1 or 2 families is what we have for their first transaction. അപ്പോൾ നമ്മുടെ ഒരു ഇത്രയും നീണ്ടൊരു പ്രോസസ്സിൽ നമുക്ക് ഒരു മാസം പ്രോബ്ലി വിൽ ബി ഏബിൾ ടു ഹെൽപ്പ് 1 or 2 families to buy an investment home. അപ്പോൾ അങ്ങനെ വളരെ ഒരു ചെറിയൊരു നമ്പർ, സോ നോട്ട് ക്വാണ്ടിറ്റി ബട്ട് ഇറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ദ റിലേഷൻഷിപ്പ്, ദ ക്വാളിറ്റി ഓഫ് എന്താ പറയുക, ദ റെസ്പെക്ട് ഈച്ച് അതർ ആൻഡ് ഞങ്ങളുടെ സർവീസും സ്കിൽസും മനസ്സിലാക്കി നിങ്ങളുടെ സിറ്റുവേഷൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ സോ വി വർക്ക് ടുഗദർ. ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നിങ്ങൾ 100 ഫാമിലീസിനെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കാൻ വേണ്ടി, അതായത് ഏകദേശം ഒരു 6 വീടാണല്ലോ ഇപ്പം ഓസ്ട്രേലിയയിൽ ടോപ്പ് 1% ഓഫ് ഓസ്ട്രേലിയൻസ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് ഹോൾഡ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ആ ലെവലിലേക്ക് എത്തിക്കുക, അതായത് പാസീവ് ഇൻകം 150 to 200,000 അതിലേക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണ് ഈ നിങ്ങളുടെ ബയേഴ്സ് ഏജൻസി. വളരെ നല്ലൊരു കാര്യമാണ് കേട്ടോ. ഞാനൊന്നുകൂടി ആഡ് ചെയ്യണ്ട, ഒറ്റ എക്സാമ്പിളും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിപ്പം ഞങ്ങളുടെ ക്ലയൻസിന് 6 മാസം മുമ്പ് വാങ്ങിയ ക്ലയൻസിന് വി ഡു എ പെർഫോമൻസ് റിവ്യൂ. നമ്മൾ വാങ്ങിയ പ്രോപ്പർട്ടി അത് എങ്ങനെ ഇങ്ങോട്ട് ഈ 6 മാസം കഴിഞ്ഞപ്പോൾ അത് എത്രത്തോളം പെർഫോം ചെയ്തു, എത്രത്തോളം ഗ്രോത്ത് അതിന് വന്നു. കാരണം ആരടുത്തും ഒരു ക്രിസ്റ്റൽ ബോളും സാധനങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ പറയാണ് 15% ഗ്രോ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 15% ഒന്നും nobody can predict it. But we want to ensure that എന്താണ് സംഭവിച്ചത് അത് അവരുടെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് അവർ ഹാപ്പി ആണോ, അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ അവർ വിചാരിച്ച അതേ സാധനമാണോ നടന്നത് എന്നുള്ളൊരു ഡിസ്കഷൻ നമ്മൾ വെക്കും. അങ്ങനെ വെക്കാൻ നേരത്ത് പലപ്പോഴും ഞങ്ങൾക്ക് അവരുടെ അടുത്ത് തിരിച്ചു പോകേണ്ടി വന്നിട്ടില്ല. So we have had couple of our families coming back after that review for their second property directly to us because they are happy with what has happened in the past. ഫാമിലീസിൻ്റെ ഇടയിൽ, അതായത് ഒരു ഹസ്ബൻഡ് വൈഫ് കോമ്പിനേഷൻ്റെ ഇടയിൽ അവരുടെ ഈ പാർട്ട്ണർഷിപ്പ് അലൈൻമെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ഇൻ ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ ജേർണി അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ബിൽഡിംഗ് ജേർണി. കാരണം വളരെ ഹാർഡായിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും ചില സമയത്ത്. ആൻഡ് ബിക്കോസ് ദിസ് ആർ ലൈക്ക് ഹൈ ടിക്കറ്റ് ഡിസിഷൻസ് ദാറ്റ് യു ആർ ടേക്കിംഗ്. അപ്പോൾ പലപ്പോഴും ഒരു വുമൺ ആണെങ്കിൽ അവർക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒരു മാൻ ഒരാൾക്ക് ഒറ്റയ്ക്ക് പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല ബിക്കോസ് ദീസ് ആർ ജോയിന്റ് ഡിസിഷൻ. അപ്പോൾ ഈ അലൈൻമെൻറ്റ് പലപ്പോഴും ചിലവരുടെ കേസിൽ അതൊരു ചലഞ്ചായിട്ട് വരാറുണ്ട്, ചിലവരുടെ കേസിൽ വളരെ സപ്പോർട്ടീവായിട്ട് വരാറുണ്ട്. സോ വൺ ഓഫ് ദ ഫീഡ്ബാക്ക് ദാറ്റ് ഐ ഹാവ് ഇസ്
ഒരു പാർട്ട്ണർഷിപ്പ് അലൈൻമെൻറ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിയുന്നത്ര നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയുക വളരെ കംഫർട്ടബിളായി ഓപ്പൺലി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബയേഴ്സ് ഏജൻ്റെ കൂടെ വർക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു എക്കോസിസ്റ്റത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് യു ക്യാൻ ബൗൺസ് ദോസ് ക്വസ്റ്റ്യൻസ് ബാക്ക്. ഒരു ബയേഴ്സ് ഏജൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അവർ പറഞ്ഞു തരുന്ന ഉത്തരത്തിൽ നിങ്ങൾ രണ്ടുപേരും കൺവിൻസ്ഡ് ആണോ അല്ലേ? അപ്പോൾ നിങ്ങൾ ജോയിൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുമ്പോൾ നിങ്ങളുടെ ലോങ് ടേം ജേർണിയിൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ രാകേഷ് പറഞ്ഞതിൽ വളരെ ഇമ്പോർട്ടൻ്റ് കാതലായിട്ടുള്ള സംഭവമാണ് പറഞ്ഞത്. കാരണം ഒരു പ്രോപ്പർട്ടി മേടിക്കുമ്പോൾ അപ്പോൾ രാകേഷ് പറഞ്ഞ 100 ഫാമിലീസിനെ 10 to 15 ഇയേഴ്സും കൊണ്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലീസ് അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ലക്ഷ്യം വേണം, ഫാമിലിയായിട്ടൊരു ലക്ഷ്യം വേണം. നമുക്ക് 10 to 15 ഇയേഴ്സ് കൊണ്ട് റിട്ടയർ ചെയ്യണം, അത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ അവരങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഫാമിലി എന്ന് പറയുന്നത് ഒരു ബോട്ട് പോലെയാണ്. ആ ബോട്ടിൽ അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ഇവരുടെ കയ്യിൽ എല്ലാവരും കയ്യിൽ തുഴയാനുള്ള ഈ പങ്കയുണ്ട്. ഈ പങ്ക വെച്ചുകൊണ്ട് നമ്മൾ 4 പേരും 4 സൈഡിലേക്ക് തുഴഞ്ഞു കഴിഞ്ഞാൽ ഈ ബോട്ട് ഒരിടത്തും പോവില്ല. നമ്മുടെ ഫാമിലി ലൈഫ് അങ്ങനെയാണ്, ഫാമിലി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരാൾ പറയുന്നത് നമ്മൾ കേൾക്കണം, ഡിസ്കഷൻ എടുക്കുക, ഡിസ്കസ് ചെയ്യാം. നമുക്ക് തെക്കോട്ട് പോകണോ, വടക്കോട്ട് പോകണോ, പടിഞ്ഞാട്ട് പോകണോ എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ അപ്പം പറയുവാണ് നമുക്കിന്ന് പടിഞ്ഞാട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മക്കളും തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അങ്ങോട്ട് പോയാൽ നമുക്ക് പടിഞ്ഞാട്ട് എല്ലാം പറ്റുള്ളൂ. അതല്ല, ഈ 4 പേരും 4 ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരിടത്തും നമ്മൾ ചെല്ലില്ല, ഇത് കോംപ്രമൈസ് ചെയ്ത് പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഫിനാൻസിൻ്റെ കാര്യത്തിലും ഇവർ ഒന്നിച്ചൊരു തീരുമാനമെടുത്ത് ഒരേ ദിശയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും, അല്ലെങ്കിൽ നമ്മൾ ഒരിടത്തും എത്തില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. 2023 ഐ തിങ്ക് ഇറ്റ് വാസ് മിഡ് ഓഫ് ദാറ്റ് ഇയർ, ഞാനും എൻ്റെ വൈഫും കൂടി ഒരു ദിവസം രാത്രി ഇരുന്ന് വെൻ വി വർ ഡിസ്കസിങ് വി റോട്ട് ദിസ് ഡൗൺ ഓൺ എ പീസ് ഓഫ് പേപ്പർ. 2040 ആകുമ്പോഴേക്കും ഞങ്ങൾ $5 million ഒരു അസറ്റ് ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും, 200,000 പാസീവ് ഇൻകം നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഗോൾ ഞങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ച് വി ഹാഡ് ദാറ്റ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എങ്ങനെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയം ഉണ്ടായിരുന്നു. അതിൽ പിന്നീട് എന്ത് സംഭവിച്ചപ്പോഴും കഴിഞ്ഞ 2 വർഷത്തിൽ എന്തൊക്കെ സംഭവിച്ചപ്പോഴും വി ബോത്ത് ഹാഡ് വൺ സിംഗിൾ തിങ് ഇൻ കോമൺ. ഓക്കെ, നമ്മൾ ആ ഗോളിലോട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ നേരത്തെ there were debates, there were എന്താ പറയുക ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻസ്. പക്ഷേ ആ ഗോൾ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ രണ്ടാളും നമ്മുടെ തലയിൽ എഴുതി വെച്ചു, ഇതിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഗോൾ വന്നു കഴിഞ്ഞപ്പം എന്ത് ചലഞ്ചസും നമ്മുടെ മുന്നിൽ കണ്ടത് നമ്മൾ we took it as opportunities. കാരണം ആ ചലഞ്ച് ഓവർകം ചെയ്തപ്പം വി ഹാഡ് ഗ്രേറ്റർ ഹാപ്പിനെസ് ബിക്കോസ് വി ന്യൂ ദാറ്റ് നമ്മൾ ആ ഒരു ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്ന ഹാപ്പിനെസ് നമുക്കുണ്ടായിരുന്നു. ഇപ്പോഴും പേപ്പർ ഉണ്ടല്ലോ അല്ലേ? ആ പേപ്പറാണ് ഇപ്പോൾ വീതിച്ച് ഞങ്ങളുടെ ക്ലയൻസിനൊക്കെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ജേണിയിലൂടെയാണ് നമ്മൾ എല്ലാവരെയും കൊണ്ടുവന്നത്. വെരി ഗുഡ്. കാരണം ഇപ്പം രാകേഷ് പറഞ്ഞതിൽ മറ്റൊരു കാരണം വെച്ചാൽ നമ്മൾ ഈ വാചകം എല്ലാവരും അടിക്കും, വാചകം അടിച്ചിട്ട് ഈ സാധനം എഴുതി വെക്കില്ല. ഈ സാധനം എഴുതി വെച്ചില്ലെങ്കിൽ നമ്മൾ മറന്നുപോകും, നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസ്ഡ് ആയി പോകും. അപ്പോൾ അതോടുകൂടി ജോയിൻ്റ് ആയിട്ട് പോകുന്നതാണ് ഈ രാകേഷ് ഇപ്പോൾ പറഞ്ഞതിൽ 100 ഫാമിലീസിന് 2040 കൂടി നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കുമെന്ന് പറഞ്ഞത്. അതാണ് നമ്മൾ വീഡിയോ ചെയ്യാനായിട്ടുള്ള മെയിൻ കാരണങ്ങളിലൊന്ന്. ഫോക്കസ്ഡ് ആയിട്ട് മെൻറ്ററിങ് ചെയ്ത് ഒരു ഫാമിലി ആയിട്ട് 100 ഫാമിലീസിനെ മിനിമം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആക്കുക. നമ്മൾ പല ആൾക്കാരും എഴുതി വെക്കുക എന്ന പരിപാടിയില്ല, അതുകൊണ്ട് നമ്മൾ ഒരിടത്തും എത്താറില്ല. അപ്പോൾ രാകേഷേ, വളരെ നല്ല എല്ലാവർക്കും നല്ലൊരു ജീവിതം ഓസ്ട്രേലിയയിൽ ഉണ്ടാവണം. എല്ലാവരും വളരെ നന്നായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കണം. എല്ലാവർക്കും വളരെയധികം സമ്പത്തുണ്ടാകണം. നമുക്ക് സമ്പത്തുണ്ടായാലേ നമുക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതൊക്കെയാണ് എനിക്ക് രാകേഷുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും രാകേഷിൻ്റെ നമ്പരും കാര്യങ്ങളെല്ലാം നമുക്ക് കൊടുക്കും. പിന്നെ രാകേഷേ ഒന്ന് കൺക്ലൂഡ് ചെയ്തു എന്തെങ്കിലും പറഞ്ഞാലുണ്ടെങ്കിൽ 6 സ്റ്റെപ്പ് പ്രോസസ്സ് പറയുകയാണെങ്കിൽ നമ്പർ 1 ഈസ് നിങ്ങൾ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി വളരെ ക്ലിയർ ആയി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു സ്ട്രാറ്റജിയോ ഗോളോ ഒന്നും ഇല്ലാതെ നിങ്ങൾ മുന്നോട്ട് പോകരുത്. കാരണം ഇന്നൊരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുകൊണ്ട് നാളെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ യു വിൽ ഗെറ്റ് സ്റ്റക്ക്. നമ്പർ 2 ഈസ് സെലക്ട് എ ലൊക്കേഷൻ വിച്ച് ആസ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ നല്ല ഫണ്ടമെൻ്റൽസും ടെക്നിക്കൽസും ഒക്കെയുള്ള നല്ലൊരു ലൊക്കേഷൻ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് 3ാമത് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. 4ാമത് നല്ല ഒരു പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ചിലപ്പോൾ ഓഫ് മാർക്കറ്റുകളായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഓൺ മാർക്കറ്റുകളായിരിക്കും. അധികം റിസ്കുകളൊന്നുമില്ലാത്ത
നല്ലൊരു പ്രോപ്പർട്ടി ഐഡന്റിഫൈ ചെയ്തെടുക്കുക. കണ്ടിന്യൂസ്ലി മോണിറ്റർ ഇറ്റ് എവറി 3 months or 6 months. മോണിറ്റർ ഇറ്റ്. വെൻ യു ഗ്രോ ബിൽഡ് യുവർ നെക്സ്റ്റ് വൺ. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം നമുക്ക് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി. മാക്സിമം നമ്മൾ നോളജ് നമ്മൾ ഷെയർ ചെയ്യും. ആ നോളജ് കൊണ്ട് മേടിക്കാൻ പറ്റുന്നവർക്ക് മേടിക്കുക. മേടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, സ്വയം മേടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പല കാരണങ്ങളുണ്ട്. നമ്മൾ ബിസി ആയിരിക്കും, നമുക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് ധൈര്യം ഉണ്ടായിരിക്കും, പല കാരണങ്ങൾ കാണും. അങ്ങനെയൊക്കെ ഉള്ളവർക്ക് രാകേഷിനെ വിളിക്കാവുന്നതാണ്. ഈ നോളജ് ഷെയറിങ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് ഷെയർ ചെയ്യുന്നത് ഫ്രീ സർവീസാണ് രാകേഷ് കൊടുക്കുന്നത്. പിന്നെ പ്രോപ്പർട്ടി മേടിക്കുമ്പോഴാണ് പൈസ ചാർജ് ചെയ്യുന്നത്. പൈസ ഉണ്ട് കേട്ടോ, ഫീസ് ഉണ്ട്. കാരണം നമ്മൾ ജീവിക്കണമല്ലോ, അപ്പോൾ എല്ലാവർക്കും ഫീസില്ല ചെയ്യാൻ പറ്റില്ല. ഇത്രയൊക്കെ പറയാനുള്ളൂ. അത്രേ പറയാനുള്ളൂ. ഇതിൽ ഗിൽസ് കിച്ചൻ്റെ ഓഡിയൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് വാച്ച് ചെയ്യുന്ന ആരെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി ഇൻവെസ്റ്റ്മെന്റ് ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്നോ പ്രോപ്പർട്ടി പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണമെന്നോ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഗിൽസ് നമ്പർ ഷെയർ ചെയ്യുന്നതായിരിക്കും. യു ഷുഡ് ഗിവ് മി എ കോൾ. ഞാൻ 30 minutes ഐ വിൽ ഗിവ് യു എ ഫ്രീ കൺസൾട്ടേഷൻ to understand your situation, and ആ ഒരു 30 minutesൽ I'll ensure that I'll give you the right mindset in terms of how to think forward. എങ്ങനെ ഈ ഒരു ജേർണിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു നല്ലൊരു മൈൻഡ് സെറ്റ് ട്രെയിനിങ് I'll be able to give, and some information around എങ്ങനെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പുകൾ എടുക്കാമെന്നുള്ളതും. അതും കൂടാതെ ഇപ്പോൾ നേരത്തെ ഗിൽസിൻ്റെ ഒരു ചോദ്യമായിരുന്നു മെൽബണിൽ എവിടെ വാങ്ങാം, ഏത് മാർക്കറ്റിൽ വാങ്ങാമെന്നുള്ളത്. ഒരു ടോപ്പ് 10 സബർബ്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഞാൻ ഗിൽസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് വായിക്കാനും അത് റിസർച്ച് ഇൻഫർമേഷൻ ആയിട്ട് മാത്രം കാണുക. ഇത് എൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫർമേഷൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ലിങ്കിൽ നിന്ന് ഡോക്യുമെൻ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പം ഓസ്ട്രേലിയ എല്ലാവർക്കും വളരെ നല്ലൊരു ഒരു വീടല്ല, 100 കണക്കിന് വീടുകൾ മേടിക്കാനായിട്ട് സാധിക്കട്ടെ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കട്ടെ.